വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക് നമ്മൾ പോവാണ്. അതായത് 259 ലൊക്കേഷനുകളിൽ ഇന്ത്യയിൽ നാളെ മോക്ക് ഡ്രില്ല് നടക്കാൻ പോവാണ്. നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻസ് വളരെ വളരെ ശക്തമായിട്ട് മാറുകയാണ്. ഒരു പക്ഷേ യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ആരും യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല. സമാധാനത്തോടെ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റിയാൽ, ഇന്ത്യയുടെ താല്പര്യങ്ങൾ നേടാൻ സാധിച്ചാൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. പക്ഷേ രാജ്യത്തിന്റെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും എന്താണോ വേണ്ടത്, അത് യുദ്ധമെങ്കിൽ യുദ്ധം, അത് ഇന്ത്യൻ ഗവൺമെന്റിനും സൈന്യത്തിനും അറിയാം. അവരെന്ത് തീരുമാനിച്ചാലും നമ്മളൊക്കെ രാജ്യത്തിനൊപ്പം നിൽക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് എന്തൊരു അടിയന്തര സാഹചര്യം വന്നാലും നമ്മൾ തയ്യാറായിട്ടിരിക്കേണ്ടത് രാജ്യത്തിലെ പൗരന്മാരുടെ ഉത്തരവാദിത്വമാണ്. അതിനവരെ പ്രാപ്തരാക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനുമുണ്ട്. അതുകൊണ്ടാണ് സെക്യൂരിറ്റി ഡ്രില്ലുകൾ 259 സ്ഥലങ്ങളിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ കേരളത്തിലെ 2 സ്ഥലങ്ങളാണ് ഉൾപ്പെടുന്നത്. ഇത് സംബന്ധിക്കുന്ന ഒരു റിപ്പോർട്ട് നമുക്കിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങളാണ് ഇത് സംബന്ധിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മുടെ കേരളത്തിൽ 2 സ്ഥലങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൊച്ചി, നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് സെക്യൂരിറ്റി ഡ്രിൽസ്, മോക്ക് ഡ്രില്ല് നടക്കുക എന്നാണ് വ്യക്തമാവുന്നത്. കർണാടകയില് ബാംഗ്ലൂർ അടക്കമുള്ള 3 സ്ഥലങ്ങളിലാണുള്ളത്. ലക്ഷദ്വീപില് അതുപോലെ തന്നെ ഈ ഒരു മോക്ക് ഡ്രില്ല് നടക്കുന്നുണ്ട്. കൂടാതെ നമുക്കറിയാം മഹാരാഷ്ട്ര ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും കൂടെ ചേർത്തിട്ട് ടോട്ടലായിട്ടാണ് 259ഓളം സ്ഥലങ്ങളിൽ സെക്യൂരിറ്റി ഡ്രില്ല് നടക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാവുന്നത്. പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദ്, വിശാഖപട്ടണമാണ് വരുന്നത്. അതുപോലെ ഗോവയിലെ നോർത്ത് ഗോവയിലും സൗത്ത് ഗോവയിലും ഒക്കെ നടക്കുന്നുണ്ട്. ഗുജറാത്തില് അഹമ്മദാബാദ്, അതുപോലെ ജാംനഗർ, അങ്ങനെ ഗാന്ധി നഗർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നടക്കുന്നുണ്ട്. ഹരിയാനയിലുണ്ട്, ഹിമാചൽ പ്രദേശിലുണ്ട്, ജമ്മു കാശ്മീരിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, ഝാർഖണ്ഡിലുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിൽ ഞാൻ പറഞ്ഞു 2 സ്ഥലത്താണ് വരുന്നത്. മധ്യപ്രദേശിൽ ഭോപ്പാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ട്, ഇൻഡോറിലുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ താനെയിലുണ്ട്, പൂനെയിലുണ്ട്, നാസിക്കിലുണ്ട്, പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. മണിപ്പൂരിലുണ്ട്, അതുപോലെ മേഘാലയയില്, മിസോറാമില്, നാഗാലാൻഡില്, ഒറീസയില്, അങ്ങനെ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും മോക്ക് ഡ്രില്ല് നടക്കാൻ പോവാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. 1971 ശേഷം ഇത്തരം ഒരു മോക്ക് ഡ്രില്ല് ഇപ്പോഴാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ 1971 ശേഷം രാജ്യത്തൊട്ടാകെ നടക്കുന്ന ആദ്യത്തെ ഒരു മോക്ക് ഡ്രില്ലാണ്. പല പ്രത്യേക സ്ഥലങ്ങളിലും മോക്ക് ഡ്രില്ലുകളൊക്കെ നടക്കാറുണ്ട് പല കാരണങ്ങളുടെ പേരിൽ. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് 1971 ശേഷം നടക്കുന്നത്. നമുക്കറിയാം പഹൽഗാമിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ഒരു ഗുരുതരമായ ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. മെയ് 7 തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഈ 259 ലൊക്കേഷൻസിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഡ്രിൽസ് നടക്കാൻ പോകുന്നത്. സോ ഇത് അവിടെ ഈ നടക്കുന്ന സ്ഥലങ്ങളിലുള്ള, അതിലിപ്പോ വിദ്യാർത്ഥികളാകാം അല്ലെങ്കിൽ നോർമൽ സിവിലിയൻസ് ആവാം, അവർക്ക് അടിയന്തരമായ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടതെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ആക്രമണങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ ബോംബ് ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, റോക്കറ്റ് ആക്രമണങ്ങൾ, മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാവാം. ഒരു പക്ഷേ ഇപ്പോൾ നമ്മളൊരു തിരിച്ചടി കൊടുക്കുന്ന സമയത്ത് അതൊരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പലതും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കാം. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ബേസിക് ആയിട്ട് നമുക്ക് കുറേയേറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം മോക്ക് ഡ്രിൽസിലൂടെ, സെക്യൂരിറ്റി ഡ്രിൽസിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണിത്. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഇപ്പോൾ ഈ ഒരു 259 ലൊക്കേഷൻസിന്റെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട നഗരങ്ങളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലൊക്കേഷൻസോ സുരക്ഷാ ഭീഷണിയുള്ള ലൊക്കേഷൻസോ ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. സോ നമ്മൾ ഓരോ ഇന്ത്യക്കാരും നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കേണ്ട ഒരു സമയമാണിത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ആരും യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ നമ്മൾ ഒരു തവണ ഒന്ന് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ അതൊരു അവസരമായി കണ്ട് വീണ്ടും വീണ്ടും നമ്മളെ ചവിട്ടി താഴ്ത്തും. നമുക്കറിയാം, നമ്മളൊന്ന് ഉറക്കെ തുമ്മിയാൽ തെറിച്ചു പോകുന്ന മാലിദ്വീപ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാണിക്കുന്ന അഹങ്കാരം നമ്മൾ കാണുന്നുണ്ട്. നേപ്പാൾ ആയിക്കോട്ടെ, മാലിദ്വീപ് ആയിക്കോട്ടെ, ഇന്ത്യയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പില്ലാത്ത രാജ്യങ്ങളാണ്. പക്ഷേ നമ്മൾ പ്രതികരിക്കുന്നത് കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും പ്രതികരിക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇവരൊക്കെ നമ്മുടെ തോളിക്കേറിയിരുന്ന് നമ്മുടെ ചെവി കടിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഈ കാണിച്ച ധിക്കാരത്തിന് ഉചിതമായ ഒരു മറുപടി അവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ മാത്രമല്ല, മറ്റ് നമ്മുടെ അയൽ രാജ്യങ്ങളും ലോകരാജ്യങ്ങളും ഒക്കെ അത് ഇന്ത്യയുടെ ദൗർബല്യമായി കാണും. അപ്പോൾ നമ്മുടെ രാജ്യം, നമ്മുടെ സൈന്യം എന്ത് തീരുമാനിച്ചാലും നമ്മൾ ഓരോരുത്തരും അവർക്ക് പൂർണ്ണ പിന്തുണയുമായിട്ട് നിൽക്കേണ്ടത് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെയൊക്കെ പ്രഥമ ഉത്തരവാദിത്വമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.